മിന്നു ഓരോന്നോരോന്ന് ഇട്ട് തുടങ്ങി കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം, അടിപൊളിയുണ്ട്. ഭയങ്കര സിമ്പിൾ ആണ് താനും. എന്നാ പിന്നെ ഒരു ഇപ്പൊ നമ്മൾ ഓണത്തിന് ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലുക്ക് തരുകയും ചെയ്യും അല്ലെ. ഭയങ്കര മിനിമൽ ആയിട്ടുണ്ട്. ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഇത് കാണാൻ വന്നപ്പോ ഞാൻ ഇത് ശരിക്കും കപ്പ അല്ലേ, കപ്പയില് കപ്പച്ചെടി വളർന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഏതാണെന്ന് മനസ്സിലായി കമന്റ് ചെയ്യേ. ഇവിടെ ഒരു വണ്ടി ഞാൻ കൊണ്ട് ഇടിച്ചത് കണ്ടോ. മാറ്റാനായി പക്ഷെ പൈസ ഇല്ല. ഞങ്ങളുടെ പാർസൽ എത്തിയിട്ടോ. നമ്മുടെ മിൻസയിലേക്കുള്ള പുതിയ കളക്ഷൻ ആണ്. എന്നടിയാമ ഇതിനകത്ത് ഉപ്പ്. ഡാഡിക്കില്ല, ആമിക്കും അമ്മിക്കും ഉള്ളൂ. പിന്നെ നമ്മുടെ കൂട്ടുകാർക്കും. അപ്പൊ നമ്മുടെ മിൻസയിലേക്ക് വന്ന പുതിയ കളക്ഷൻ ആട്ടോ. ഓണത്തിന്റെ കളക്ഷൻ ആണ്. അപ്പൊ ഞങ്ങൾ നമ്മുടെ മിൻസയുടെ അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. ഓണത്തിന്റെ അടിപൊളി കളക്ഷൻ മിന്നു ഹാൻഡ് പിക്ഡ് ആണ് അല്ലേ? അപ്പൊ ഹാൻഡ് പിക്ഡ് ആയിട്ട് നമ്മളെ എടുത്ത് നാട്ടിൽ നിന്ന് അയപ്പിച്ച ഒരു ഓൺലൈൻ പിക്ഡ് അല്ലാടി ആമി. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ആമി ഭയങ്കര എക്സൈറ്റ്മെന്റ് ഡ്രസ്സാണ് കേട്ടോ. നമ്മള് ജ്വല്ലറി ആണ് മിൻസയില് മെയിൻ ആയിട്ടുള്ളത്. ഞങ്ങൾ ഓണത്തിന്റെ കുറച്ച് കളക്ഷൻ മിന്നുവിന്, അതായത് മിന്നുവിന്റെ ഫ്രണ്ട്സ് നാട്ടിലുള്ള മിന്നുവിന്റെ ഓൺലൈൻ എന്താ പറയാ പുതിയ ബിസിനസ് ഫ്രണ്ട്സുകൾ സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇറക്കിയ കുറച്ച് ഡ്രസ്സുകളാണ്. നല്ല ഡ്രസ്സാന്ന് തോന്നിയോണ്ട് മാത്രം നമ്മൾ മേടിച്ചത്. ഇനി ഇതിപ്പോ ഇത് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് കാണട്ടെ. കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം മിൻസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആമിയാണ് നമ്മുടെ കോ പാർട്ട്ണർ. ആമി ഞങ്ങളുടെ കൂടെ ഓപ്പൺ ചെയ്യാനുണ്ട്. നീ ഒളിച്ചിരിക്കുകയാണോ? എണീച്ചിരിക്ക്. ആമി ഇതെവിടെ പുറകിൽ ഒളിച്ചു. ഇന്നലെ ആമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അതിന്റെ ഹാങ് ഓവർ ആണ് ഇപ്പൊ മുഖത്ത് കാണുന്നത്. രാവിലെ എണീച്ച് മേക്കപ്പ്. എന്റെ കയ്യിലൊക്കെ ക്യൂടെക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതല്ല ഇന്ന് രാവിലെ ഞാൻ തുടച്ചു കളഞ്ഞത് അല്ലേ? ഇത് കയ്യിൽ കുറച്ച് കളഞ്ഞു. ഇന്നലെ നമ്മള് ഗിഫ്റ്റ് കൊടുത്ത വാച്ചാട്ടോ. എത്ര സമയം എത്രയായി? മണി എത്രയായി? എത്ര മണിയായി? യൂണിക്കോൺ വാച്ച് 8 മണി. അപ്പൊ നമ്മുടെ മിൻസയില് വന്നേക്കുന്ന പുതിയ ഓണം കളക്ഷൻസ് ആട്ടോ. നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു കളറിന്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. എനിക്ക് ഇങ്ങനത്തെ കളർ മിന്നൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ലക്ഷറി ഔട്ട്ഫിറ്റ്സുകളാട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഓണം പരിപാടികൾ അറിയാലോ. ഇവിടെ വരുമ്പം 2-3 ഓണം പരിപാടിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ മലയാളി അസോസിയേഷന്റെ ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഉണ്ടാവും. അപ്പം 3-4 ഔട്ട്ഫിറ്റ് ഒരാൾക്ക് വേണ്ടി വരും. അപ്പൊ അത് പ്രമാണിച്ച് ഞങ്ങൾ ഒരാൾക്ക് തന്നെ 3-4 എണ്ണം വെച്ചെടുത്തിട്ടുണ്ട് അല്ലേ? ഇതിലെല്ലാം ഓരോന്ന് മിന്നു നോക്കുന്നതായിരിക്കും. ഓരോന്ന് എനിക്ക് ഓരോന്ന് ആമിക്കുക. കാരണം ഞങ്ങളുടെ 2 പേരുടെ സൈസിനുള്ളതുണ്ടല്ലോ. 2 പേരുടെ സൈസിനുള്ളതുണ്ട്. അപ്പൊ അമ്മയ്ക്കുള്ളതും അതായത് എന്താ പറയാ ഇടാൻ വേണ്ടിട്ടുള്ള സാധനം മീഡിയം ടു XXL സൈസ് വരെ ബോയ്സിനുള്ള ഇല്ല. സോറി, ഞാൻ ആക്ച്വലി ഇച്ചിരി ബാക്കിലായിട്ടോ. കറക്റ്റ് പറഞ്ഞ ബോയ്സിന്റെ മെൻസിന്റെ കുറച്ച് എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മള് പെട്ടി പൊട്ടിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നല്ല ചേരുന്നുണ്ട്. അടിപൊളിയുണ്ട്. അത് സിമ്പിൾ ആണ്. അതായത് ഈ നെക്ക് പോർഷനിൽ മാത്രം വർക്ക് കൊടുത്തിട്ട്, കാരണം ഇപ്പോഴൊന്നും ആരും അധികം ഓവർ ആയിട്ടുള്ള വർക്ക് ഒന്നും ഇടൂല. ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ലക്ഷറി ഫീലും ഉണ്ട്. ഇത് നമ്മുടെ മിൻസയിൽ ഇപ്പം ജ്വല്ലറി ഉണ്ട് കേട്ടോ. നിങ്ങള് എന്താ പറയാ, ഇതിന്റെ കൂടെ ഒരു ഡയമണ്ട് റെപ്ലിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നാ ലുക്ക് ആയിരിക്കും അല്ലേ? അതെ, ഡയമണ്ട് റെപ്ലിക്ക മാത്രമല്ല, ഓണത്തിന്റെ സ്പെഷ്യൽ കളക്ഷൻസും ഉണ്ട് നമ്മുടെ മിൻസയില്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യണം കേട്ടോ. കാരണം ഇതെല്ലാം നമ്മുടെ അടുത്ത് എല്ലാം ലിമിറ്റഡ് പീസുകളേ ഉള്ളൂ. ഓരോ സൈസിന്റെയും ഓരോ പീസസേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് എനിക്ക് അതുപോലെ തന്നെ ഇതേ കിഡ്സിന്റെതും ഉണ്ട്. ഞാൻ കിഡ്സിന്റെ കാണിച്ചു തരാം. കിഡ്സിന്റെ നല്ല അടിപൊളി പട്ടുപാവാടകളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അതുണ്ട ഞാനല്ല എനിക്ക് വെച്ചാ കാണിക്കുന്നത്. എനിക്ക് ഇത് ഇച്ചിരി വലിയ വലിപ്പം ഇല്ലാത്ത, മീൻസ് പൊക്കം കുറഞ്ഞ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാ വെച്ചാല് ചെറിയ ആൾക്കാരുണ്ടല്ലോ, ചെറിയ പിള്ളേരുടെ വണ്ണം ഒന്നും ഇല്ലാത്തവർക്കൊക്കെ അത് നല്ല രസമായിരിക്കും. അതെ, നല്ലത് കാണിച്ചു തരാം. ഒരു വെറൈറ്റി അല്ല, ഉണ്ടാവും ഡിസൈൻസ്. പക്ഷെ നമ്മളിങ്ങനത്തെ നമ്മുടെ അടുത്ത് ഇത് വെറൈറ്റി ആണ്. നല്ല ഭംഗിയല്ലേ? വാ, ഇത് പൊളിച്ചു കേട്ടോ. ഇത് ആമിയുടെ സൈസ് ഉണ്ടോ? ഇത് ആമിയുടെ സൈസ്, എല്ലാ സൈസും എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടാവും. ആമി ഇതൊന്ന് വെച്ച് നോക്കട്ടെ. ആമിക്ക് ഇങ്ങ് വന്നേ. അതല്ല ഞാൻ പറഞ്ഞ ഇവളുടെ സൈസിനുള്ളതുണ്ടോന്ന് ചെറുത്. നല്ല ഭംഗിയില്ലേ? ഇത് അടിപൊളിയുണ്ട്.
ഇത് ഇച്ചിരി വലിയ ആൾക്കാർക്ക് കൂടെ ഇത് അത്ര മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കിട്ടൂടെ? വലിയ ഇതിന്റെ ഇറക്കമോ തന്നെ എടി മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇതിന്റെ സൈസ് വലുതില്ലേ വേറെ? ഇതാണ് ഏറ്റവും വലിയ സൈസ്. അറിയില്ല, നോക്കണം. ഓരോന്നിന്റെ ഓരോരോ സൈസ് എല്ലാം നോക്കി എടുക്കണം. ഇതേ മിന്നു ഓരോന്നോരോന്ന് ഇട്ട് തുടങ്ങി കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം, അടിപൊളിയുണ്ട്. ഭയങ്കര സിമ്പിൾ ആണ് താനും. എന്നാ പിന്നെ ഒരു ഇപ്പൊ നമ്മൾ ഓണത്തിന് ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലുക്ക് തരുകയും ചെയ്യും അല്ലെ. ഭയങ്കര മിനിമൽ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മിൻസയുടെ ഈ കളറ് നമ്മുടെ ജ്വല്ലറിയും ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ഡയമണ്ട് റെപ്ലിക്ക അടിപൊളിയുണ്ട്. അത് നല്ല ബ്യൂട്ടിഫുൾ കറക്റ്റ് മാച്ച് ആവുന്നുണ്ട്. ഓണത്തിന്റെ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് അല്ല താനും, എന്നാല് ഔട്ട്ഫിറ്റ് അല്ല ഒരു ജ്വല്ലറി അല്ല താനും, എന്നാലിത് ഓക്കെ. അതല്ലാതെ ഇത് ഓണം കഴിഞ്ഞാലും നമുക്ക് ഇത് ഇടാം. എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴേ, ഇപ്പൊ പ്രേയറിന്റെ ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ അങ്ങനെയൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് എണ്ണം നമ്മുടെ മിൻസയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മിൻസ ഇതുവരെ കയറി നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, മിൻസ ബൈ അബി എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യണ്ടേന്ന്. നമുക്ക് ഇൻസ്റ്റാ പേജ് വഴിയാണ് നമ്മൾ ഇപ്പം എടുക്കുന്നത്. അങ്ങനെ നമ്മളിത് പെട്ടി പൊട്ടിച്ച് വീഡിയോ ഇട്ടപ്പോ തന്നെ നമുക്ക് 1-2 ഓർഡർ വന്നു കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് ഓർഡർ വന്നിരിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ്. ഇത് കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് ആണ് കേട്ടോ. ഇതിന്റെ മീഡിയം ടു ഒരു XXL സൈസ് നമ്മുടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതേ കിഡ്സിന്റെ പട്ടുപാവാടെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നല്ല മിൻസയുടെ പാക്കേജിങ് കവറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോ യൂഷ്വലി അയക്കുന്ന മെയിൽ കവറിൽ തന്നെ ഇട്ടാണ് കേട്ടോ അയക്കുന്നത്. ആക്ച്വലി അത് ഓൺ ദി വേ ആണ് അല്ലേ? ഓൺ ദി വേ ആണ്. നമ്മൾ കസ്റ്റമൈസേഷൻ ഒക്കെ, പക്ഷെ അതിന് മുന്നേ നമുക്ക് ഓർഡർ കിട്ടി. അപ്പം ഓർഡർ തന്ന് നമുക്ക് കുറെ നാൾ പൈസ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ ആക്ച്വലി വരുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് സാധനങ്ങൾ സെയിൽ ആയിട്ട്, കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെയിൽ ചെയ്തു അല്ലേ. അപ്പൊ ഇനി കുറച്ച് ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുവാണ്. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. ജ്വല്ലറിയും ഒരെണ്ണം അയക്കാനുണ്ട് ഇന്ന്. നമുക്ക് ജ്വല്ലറി ഓർഡേഴ്സും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓണത്തിന് നമ്മുടെ അടുത്ത് ജ്വല്ലറീസും ഉണ്ട്, ട്രഡീഷണൽ. നമ്മൾ പിന്നെ ഒരുപാട് ബൾക്കായിട്ട് ഇറക്കുന്നില്ല, കുറച്ച് ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ നമ്മൾ. കാരണം ഇത് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെടുക്കുന്നതല്ല. നമ്മളിത് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് എല്ലാം നമ്മൾ വളരെ കുറച്ച് ഐറ്റംസ് പീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നമ്മൾ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുന്നതിന് കാരണം 1-2 പീസാ നമ്മുടെ അടുത്തുള്ളൂ. അതുപോലെ ഇപ്പൊ ഈ ചുരിദാറൊക്കെ തന്നെയാണെങ്കിൽ ഈ ബ്ലൂ ഷെയ്ഡിലുള്ളത് മീഡിയം ടു XXL സൈസ്, അതുപോലെ തന്നെ യെല്ലോ ചുരിദാറും മീഡിയം ടു XXL സൈസ്, പിന്നെ ബാക്കിയെല്ലാം തന്നെ മീഡിയം ടു XXL സൈസ്. അതും എല്ലാം ഓരോരോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, ഇഷ്ടപ്പെടുന്നവർ വേഗം ഓർഡർ ചെയ്തോളാം. കുറെ പേര് ചിലവര് ഇന്ന് എൻക്വയറി ചെയ്ത് പോയിട്ട് പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ ബാക്കി ഓക്കെയാണ് പേയ്മെന്റ് ചെയ്യാൻ. പക്ഷെ അന്നേരത്തേക്കും സാധനം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ, നമ്മൾ കുറച്ച് പീസസ് ഇറക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ ഈ ചുരിദാറും അതുപോലെ തന്നെ നമ്മുടെ പട്ടുപാവാടയും അതുപോലെ ഒരു ജ്വല്ലറി സെറ്റുമാണ് ഇന്നിപ്പോൾ അയക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് പോയിട്ട് അയച്ചിട്ട് വരാം. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവര് UK ഉള്ളവര് ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ ഇൻസ്റ്റേനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് അല്ലേ, അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഇതേ നമ്മള് പേയ്മെന്റ് അല്ല, പാഴ്സൽ അയക്കാൻ വേണ്ടിട്ട് വരുവാണ് കേട്ടോ. നമ്മളിവിടെ അസ്റ്റയുടെ ബാക്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെയാണ് സത്യം. ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഒരു 1.5 വർഷമായി താമസിക്കുന്നു. ഈ അസ്റ്റയുടെ ബാക്കിൽ ഇതുപോലെ ഒരിതുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ പോസ്റ്റ് ഓഫീസ് സെർച്ച് ചെയ്തിട്ട് ഒരു തവണ വന്നിട്ടുണ്ട്, പക്ഷെ മാപ്പില് ഇതിന്റെ ഫ്രണ്ടിൽ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു പണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അടച്ചു പോയതായിരിക്കും എന്നൊക്കെ. കഴിഞ്ഞ ദിവസം ആമിക്ക് പ്ലേ ഏരിയ നമ്മൾ ബുക്ക് ചെയ്തിരുന്നല്ലോ ഇവിടെ ലിങ്ക് സെന്ററില്, സോഫ്റ്റ് പ്ലേ. അതിന് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ കാണുന്നത് അല്ലേ ചേ? അത് കഴിഞ്ഞ വർഷം വന്നപ്പോ പോലെ നമ്മളിത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഫൈനലി നമ്മൾ പാർസൽ അയച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. 1-2 പാർസൽ ആണെങ്കിലേ നമ്മുടെ സ്നേഹം പൊതിഞ്ഞിട്ടുള്ള ഒരു പാർസൽ ആണല്ലോ. യെസ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്തത് B&Qല് പോണം കേട്ടോ. B&Qല് പോയിട്ട് നല്ല 1-2 ചെടി അബി മേടിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് TK Maxx പോയിട്ട് ഇത് നോക്കിയാലോ, പോട്ടോ. പക്ഷെ ആദ്യം നമുക്ക് ചെടി നോക്കിട്ട് അതിനനുസരിച്ചുള്ള പോട്ടല്ലേ നോക്കണ്ടേ? ആണോ? ഫസ്റ്റ് നമുക്ക് മൊണാസ്ട്രാക്കുള്ള ഒരു പോട്ട് വേണമെന്ന് പറഞ്ഞില്ല? അതെ. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം വേറെ വല്ല ചെടികൾ വന്നിട്ടുണ്ടോ. ചെടികൾ ഓൾമോസ്റ്റ് ഒരുപാട് ഉണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇനി ചെടി മേടിക്കണ്ട, നമുക്കൊന്ന് പോയി കാണാം. എന്താ പറയുന്നത്? അബി കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ടേ വരുള്ളൂ. മേടിക്കില്ല. ഓക്കെ, എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഏതാന്ന് മനസ്സിലായി കമന്റ് ചെയ്യേ. ഒരു കാലത്ത് ഇത് മേടിക്കണം നമുക്ക് അല്ലേ? പാഴ്സൽ അയക്കാൻ വേണ്ടി നല്ല വെൽ ടിപ് ടോപ്പ് ആയിട്ട് ഒരുങ്ങിയിട്ടാണ് 2 മിനിറ്റ് ദൂരമുള്ള വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. പിന്നെ മാളിൽ പോകുന്ന പോലെയാണ് നമ്മളെ നോക്കി. അല്ല, ഞാൻ ആലോചിച്ചപ്പോഴേ കുറെ നാളായിട്ട് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നു തിരിച്ചു വരുന്നു, അല്ലാതെ പിന്നെ ഷോപ്പിൽ പോകുമ്പോൾ മാത്രമല്ല, പിന്നെ നല്ല സ്റ്റൈലായിട്ട് ഒരുങ്ങിയ. കഴിഞ്ഞ ആഴ്ച അങ്ങാണ്ടാണ് വെയിൽസിൽ പോയിട്ട് വന്നത്, കുറെ നാളായിട്ടൊന്നല്ലേ.
എല്ലാരും തന്നെ നമ്മളിങ്ങനെ ഡ്യൂട്ടിക്കെല്ലാം വരുമ്പോ കാണിക്കുന്നത് ഡ്യൂട്ടിക്കെല്ലാം വരാറുണ്ട്, എപ്പോഴും കറക്കം തന്നെയാണല്ലോ എന്നാണ്. ഞങ്ങള് പക്ഷെ ചില സമയത്ത് ഇപ്പൊ എത്ര നാൾ കൂടിയിട്ട് നമ്മള് വെയിൽസിൽ ഇപ്പൊ പോയത്, വേറൊരു സ്ഥലത്ത് ട്രിപ്പ് പോയത് കുറെ നാൾ കൂടിയിട്ടല്ലേ? 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ട് കണ്ട. ഞങ്ങളിങ്ങനെ 1.5 മാസം 2 മാസം കൂടുമ്പോ ഇടയ്ക്ക് 2-3 ദിവസം ലീവ് കിട്ടുമ്പോ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അല്ലാണ്ട് എപ്പോഴും ഞങ്ങളെ കറക്കൊന്നല്ല അങ്ങനെ. നീ പണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഇതേപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും കറക്കമാണല്ലോ. പുള്ളി 7 ദിവസമേ പോകുന്നുള്ളൂ. 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പോയിട്ട് ഇത്രയും ദിവസത്തെ ഷൂട്ട് ചെയ്ത് എപ്പിസോഡ് എടുത്ത് പുള്ളി വരുമായിരുന്നു. നമ്മൾ അത്രയൊന്നും എത്തിയില്ലെങ്കിലും 3-4 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എല്ലാ ദിവസവും അല്ലെ എല്ലാ മാസം ഇങ്ങനെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും കറക്കുന്നത്? അല്ല, ഞങ്ങൾ എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുന്നുള്ളൂ. എന്നിട്ട് അത് ഇടുമ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നായിട്ട് ഇടുന്നുള്ളൂ. അതൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് അല്ലെ? അങ്ങനെ അതെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. ഇവിടെ ഒരാഴ്ച തന്നെ 2 തവണ കാറ് വാഷ് ചെയ്യണം. ഒന്നാമത് ഈ കാറ്റിന്റെയും കൂടെ ആയിരിക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടി. ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോ തന്നെ ഇത് കണ്ടോ ഇവിടേക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് പൊടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടോ എന്റെ കൈ പിടിക്കുമ്പോ ആ കയ്യിൽ വരുന്നുണ്ടോ അതിന്റെ റിഫ്ലക്ഷൻ. ഇത് മെഷീൻ മേടിക്കാന്ന് വെച്ചാൽ, ഇത് കഴുകുന്ന മെഷീൻ മേടിക്കാന്ന് വെച്ചാൽ ഒരു തവണ നമ്മള് മേടിച്ചിട്ടേ ഭയങ്കര സൗണ്ട്. അത് ഞാൻ ഓണാക്കിയിട്ട് ഞാനത് ഓണാക്കുമ്പോ അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലെല്ലാം ജനലടയ്ക്കുക. അപ്പൊ ആർക്കെങ്കിലും നല്ല സൗണ്ട് വരാത്ത അമ്മാതിരി സൗണ്ട്. അത് എന്നെ കൊല്ലുന്നേന്ന് പറഞ്ഞാൽ അത് കാണുന്നത്. അല്ല, ആർക്കെങ്കിലും സൗണ്ട് ഇല്ലാത്ത കാർ വാഷിംഗ് മെഷീൻ അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യാട്ടോ. നല്ല വലിയ കുഴപ്പമില്ലാത്ത, പൈസ എത്രയായാലും സാരേ ഞാൻ മുടക്കാൻ റെഡിയാണ്. നല്ലൊരെണ്ണം കിട്ടണേ. ഞാൻ 2-3 തവണ മേടിച്ചിട്ട് എല്ലാം കൊളായി. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴുകുന്നതിൽ ലാഭം. അത് തന്നെ. ഇവിടെ ഒരാഴ്ച 2 തവണ കഴുകണം. കാറ് വാഷ് ചെയ്തതിൽ ഒന്നത് ഈ ബ്ലാക്ക് കളറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാറ് വാഷ് ചെയ്യുന്ന പരിപാടി തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കാറ് വാഷ് ചെയ്യുന്ന പരിപാടി നല്ല സുഖമല്ലേ? നമുക്ക് 2 പേർ കൂടെ തുടങ്ങിയാലോ? പക്ഷേ ഈ വെയിലും ഇതൊന്നും പറ്റുവാണെങ്കിൽ 2-3 വണ്ടി മേടിച്ച് നമുക്ക് നമ്മുടെ വണ്ടി തന്നെ ഈ മറ്റേ വർക്ക്ഷോപ്പ് തുടങ്ങുന്ന പോലെ. അതന്നെ. നമ്മളെ വണ്ടി 96,000 മൈലായിട്ടോ. 96,000 മൈലായി. അപ്പൊ ഇങ്ങനെയുണ്ട്. മാറ്റണം എന്നൊക്കെ വിചാരിച്ചാലും നടക്കുന്നില്ല അല്ലടി. അടിച്ച് കഴിവട്ടെ. 2 പേരാ കഴിയുന്നത് അപ്പുറം ഇപ്പുറം വന്നിട്ട്. ഫൈനലി നമ്മുടെ കാർ ഇതേ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ പുള്ളിക്കാരൻ അതിനെ തുടച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ കാര്യമായ ക്ലീനിങ് ഒന്നും ഇല്ല. ഇവന്മാര് ചുമ്മാ അടിച്ച് ഇതാക്കി തരും, അത്ര തന്നെ. ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു രസം. ഇനി ഞാൻ മേടിക്കുന്നുണ്ട് എന്തായാലും ഈ കറുത്ത വണ്ടി മേടിക്കും കേട്ടോ. ബ്ലാക്ക് കളർ മേടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പണിയാ. അയ്യോ, ഇത് ഡെയിലി കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പണിയാ. ഇത് കുറെ പണിയായിട്ട് അതുണ്ട്. ഇതെല്ലാം പൊളിഞ്ഞു വരാൻ തുടങ്ങി. ഇവിടെ ഒരു വണ്ടി ഞാൻ കൊണ്ട് ഇടിച്ച് ഇത് കണ്ട. മാറ്റാനായി പക്ഷെ പൈസ ഇല്ല. ഇവിടുന്നാട്ടോ നമ്മള് ചെടിയൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നത്. കുറെ ചെടികളൊക്കെ അവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഔട്ട്ഡോർ ചെടികളാണ്. ഇത് നമുക്ക് വേണ്ടല്ലോ. നമ്മളിപ്പോ ഔട്ട്ഡോർ വിട്ടല്ലടി. ഔട്ട്ഡോർ ചെടികൾ കുറെ എണ്ണം കേടായി. ക്യാമ്പിംഗ് സാധനം വെച്ച വീട് ഫുള്ളാക്കി. ഇപ്പൊ ഇത് നമ്മൾ ഇത് വെച്ചിട്ടാണ് നടത്തുന്നത്. നമ്മളെ കഴിയുമ്പോ നമ്മള് പറയും നമ്മളെ വീട്ടിൽ സ്ഥലമില്ല, വേറെ വീടുമാണ്. ഇതൊക്കെ ഈ ചെടി പണ്ട് നീ നാട്ടില് കണ്ടിട്ടുണ്ടോ? ഈ ചെടി ഇത് പല കളറുണ്ട് കേട്ടോ. ഇവിടെ കോഴിവാലൻ അല്ലേ? കോഴിവാലനല്ല, എത്ര കളേഴ്സ് ഇതുണ്ട് ഒരു ചട്ടി തന്നെ. 3 കളേഴ്സ്, ഓറഞ്ച്, യെല്ലോ, റോസ്. ഇത് അടിപൊളിയുണ്ടല്ലേ? പക്ഷെ ഇത് അത്ര ഒരു ഇയർലി ആവത്തില്ല. ഇത് ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം പുതിയത് പിന്നെയും മേടിച്ചു നോക്കണം. എനിക്ക് അങ്ങനത്തെ ചെടിയോട് താല്പര്യമില്ല. എനിക്ക് ചെടി പിന്നെ വന്നോണ്ടിരിക്കണം. ബൾബൊക്കെ ഓക്കെയാ. നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോൾ അടുത്ത വർഷം കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് വീണ്ടും അത് വരും. ഇതേ ഡാലിയൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ചു വെച്ചു. പക്ഷെ ഒന്നും ഇത്തവണ മുളച്ചില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇതെന്നാ സാധനം? ഇത് കൊറേ നമ്മുടെ മറ്റേ ഇതല്ലേ? ഇത് അല്ല, കൊഴുപ്പല്ലടി. മറ്റേ കറിയിലിടുന്ന സാധനം എന്തായിരുന്നു? മിന്റിന്റെ ഇല പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ മിന്റാന്ന് വിചാരിച്ചത്. ഡാലിയ, അതെ അടിപൊളി ഡാലിയൊക്കെ. ഡാലിയ കാണുമ്പോ മേടിക്കാൻ തോന്നും. പക്ഷെ മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഒടുക്കത്തെ പൈസയാണ് അല്ലേ? എല്ലാ വർഷവും വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മുടക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. എല്ലാ വർഷവും വരേണ്ടതാ അത് ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ BNQ എത്തിയിട്ടാ. അബി ഇവിടെ ചെടി തുപ്പിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട നമ്മള് ഇതാണ് നമ്മള് പണ്ടാ പഠിച്ചിട്ടുള്ള അതല്ലേ? ഇത് ഇതിന്റെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടാ മറ്റേത് അതുണ്ട്, ഈ ഒരു ടൈപ്പ് ഉണ്ട്. ഏത്? പക്ഷെ ഇതല്ല, ഇതിന്റെ വേറൊരെണ്ണുണ്ട്. ഇത് തായ് മോഡല. ഇതല്ല, ആൽബിനോ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഇപ്പൊ പേരെല്ലാം പറയുന്നു.
എല്ലാ വെറൈറ്റിയും പഠിച്ചു. ഇത് പക്ഷെ ഭയങ്കര ഡള്ളായിരിക്കുന്ന ഐഡിയ. പോയത് പക്ഷെ ഇതിന് മേടിച്ചിട്ടുണ്ടല്ലോ, ജീവിപ്പിച്ചെടുക്കണം. അതിനെ മേടിക്കാൻ പോവാണ് ഇപ്പൊ. ഇത് ഇവിടെ എന്തായാലും ചാവുമല്ലേ, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടേ കൊല്ലാണ്. 26 കൊണ്ട് അല്ല 22 കൊണ്ട്. അടിപൊളിയല്ലേ? പിന്നെ ദേഷ്യം ഏതാണ്? എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല, നല്ല ചെടിയായിരുന്നു നോക്കി. ഇത് പക്ഷെ ഡള്ളായിട്ടിരിക്കുന്ന ആയതുകൊണ്ടാ. ഇത് മോൺസ്ട്രിയാണോ? മോൺസ്ട്രിയ. ആക്ച്വലി എല്ലാ വീട്ടിലും ഇങ്ങനെ വുമൺസിനായിരിക്കും ഈ ചെടികളോട് ഇത് കൂടുതല്. അല്ല, ആണുങ്ങൾക്ക് ഉണ്ടോ? ഇത് നമ്മുടെ വീട്ടിലെ ഇത്. പക്ഷെ ആണുങ്ങള് പ്രാരാബ്ദം ഇതൊക്കെ കൊണ്ട് വിട്ടുപോകുന്നവരാ. ആണുങ്ങൾക്ക് മാത്രല്ലേ പ്രാരാബ്ദം? ഉണ്ടോ എന്റെ മോളെ, ഇതുപോലെ ഇരിക്കേണ്ട ചെടി എന്ത് ഫ്രഷ്. നമ്മുടെ പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നില്ല കേട്ടാ. നമ്മുടെ അതിനെന്തോ പറ്റിട്ടോ നമ്മുടെ. ഞാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാലോന്ന് വിചാരിക്കുന്നു. ഇതെന്ത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഭയങ്കര ഇതായി ഡ്രൈ ആയിട്ടാ ഇപ്പൊ ഇരിക്കുന്നത്. ഭയങ്കര ഡ്രൈ. അതിന് ഞാൻ എടുത്ത് ഇച്ചിരി വെയിലത്തൊക്കെ വെച്ച അത് കൊളായി പോയി. ആക്ച്വലി വെയില് വേണ്ടാത്ത ചെടിയായി. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇത് കാണാൻ വന്നപ്പോ ഞാൻ ഇത് ശരിക്കും കപ്പ അല്ലേ, കപ്പയില് കപ്പച്ചെടി വളർന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വേറെന്തോ ഒരു സംഭവമാണ് കേട്ടാ. പാച്ചിര സ്റ്റേറ്റ്മെന്റ് ട്രീ. ആർക്കറിയാം അതിന്റെ പേരുന്ന്. ഇതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്ലാൻ കെയർ ടിപ്സ് എല്ലാം ഇത് മേടിക്കുന്ന ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് കൊള്ളാം അല്ലേ? അമ്മേനെ കൊണ്ട് കാണിച്ച അമ്മ പറയും മരുന്നടിക്കാൻ പറയും, ഫുള്ള് പുഴു തിന്നു പറയും. പിന്നെ അമ്മയെ നിന്നെക്കാളും കൂടുതൽ ചെടി വളർത്തിയുള്ള ആളാണ് കേട്ടോ. അത് വലിയ പറയല്ലേ. ഇനിയിപ്പോ ഇവർക്ക് അടിയാക്കാം. അങ്ങനെ ഇതേ നമ്മൾ പാഴ്സൽ അയക്കാൻ വന്നതിന്റെ ക്ഷീണം തീർക്കാനായിട്ടൊരു സ്മൂത്തി എല്ലാം സ്മൂത്തിയും പോട്ടെ ഫ്രാപ്പി മേടിച്ച് കുടിക്കുവാണ് കേട്ടോ. പക്ഷെ നല്ല ഫ്രാപ്പിയാ. ചൂടായതുകൊണ്ട് ചൂടത്ത് ഭയങ്കരമായിട്ട് എനിക്ക് പരവേശം എടുത്തിട്ട് കയറിയതാണ് കേട്ടോ.